നമസ്കാരം. ചേഞ്ച് എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പിന്നണിയിലുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്ത് മുന്നണിയിലേക്ക് വന്നിരിക്കുകയാണ്. നമസ്കാരം ജി. നമസ്കാരം. ഹായ്. നമ്മള് രണ്ടുപേരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. സമൂഹത്തോടുള്ളതും നമ്മുടെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നമ്മുടെ കൂടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടല്ലേ സത്യം പറയാനും സത്യം കേൾക്കാനും ആ കേൾക്കുന്ന സത്യം വീണ്ടും പറയാനുമാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങൾ നമ്മളോട് പറയുന്ന കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മൾ കാണുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മൾ വിമർശിക്കുന്നെങ്കിൽ തെറ്റുകൾ തിരുത്തപ്പെടാൻ വേണ്ടി മാത്രമായിരിക്കും നമ്മൾ വിമർശിക്കുന്നത്. അത് തന്നെ, അത് വിമർശനത്തിന് അതീതരായി ലോകത്ത് ആരുമില്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ ആരുമില്ല. അതുകൊണ്ട് ആരും വിമർശനത്തിന് അതീതരല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിമർശനം അങ്ങോട്ട് കൊടുക്കുക. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഇത് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വോട്ട് ചോരി. ചെറിയ വിഷയമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന, നെഞ്ചിൽ കൈവച്ച് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്താണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല, നടന്നു തന്നെ അല്ലേ? എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? കാരണം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നേടിത്തന്ന ഒരു വലിയൊരു അവകാശമാണ് നമ്മുടെ സ്വാതന്ത്ര്യവും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് പവർ. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് വോട്ട് ചോരിയിൽ കൂടി നടന്നിരിക്കുന്നത്. ഇപ്പോൾ നടന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് 100% പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ കിട്ടിയ കണക്കുകളും കാര്യങ്ങളും വെച്ചിട്ട് അത് നടന്നു എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത് രാഹുൽ ഗാന്ധിയാണ് ഇത് ആദ്യമേ ഇത്ര ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയാകുന്ന രീതിയിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ പോലും ഈ ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ച് ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളാണ്. പക്ഷെ അന്ന് ഒരു പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് ഇതിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഇതിന്റെ ഒരു കാര്യം എന്നറിയുന്നു, ഈ അച്ഛൻ തന്നെ കുടുംബം തകർക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വരുന്ന സമയത്ത് ആദ്യമൊക്കെ ഇന്ത്യ സത്യത്തിൽ ഓപ്പോസിഷൻ പാർട്ടികളൊക്കെ ശിഥിലമായി നിൽക്കുന്ന സമയത്താണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടു വന്നപ്പം ഈ പൊതുവിൽ കോൺഗ്രസിനും പൊതുവിൽ രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഒരു ചെറിയ ഇളക്കം തട്ടിയോ എന്നൊരു തോന്നൽ. കാരണം ഇന്ത്യയിലുള്ള സകല പ്രബല പാർട്ടിയും ഇന്ത്യ മുന്നണിക്കൊപ്പം അണിചേരുന്ന ഒരു കാഴ്ച ഈ ഭരണമുന്നണിയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ടാണ് അല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധി ചെറുതായിട്ടൊന്ന് അഹങ്കരിച്ചു, അധികാരം കിട്ടും എന്നുള്ള ഒരു തോന്നൽ ശരിയാണ്. അപ്പൊ അവിടെ ഈ ആം ആദ്മി പാർട്ടിയെ പോലുള്ള പാർട്ടി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ല, ആം ആദ്മി പാർട്ടി അങ്ങനെ ചെറിയ പാർട്ടിയാകുന്നത് ഈ ഷൈജു അല്ല അങ്ങനെ തോന്നിപ്പിച്ചു രാഹുൽ ഗാന്ധിക്ക്. ഈ 15 വർഷം അടുപ്പിച്ച് ഷീലാ ദീക്ഷിത് എന്ന് പറയുന്ന ബഹുമാന്യ ഇപ്പം അന്തരിച്ച് മരണപ്പെട്ടു. ആ സ്ത്രീ ഭരിച്ച ദില്ലി ഒരു സുപ്രഭാതത്തിലാണ് അവിടുത്തെ മുഴുവൻ ആൾക്കാരും ആം ആദ്മി പാർട്ടിക്കൊപ്പം നിന്ന് അധികാരം കൊടുത്തത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു 33-34 വർഷം ബംഗാളിൽ തുടർച്ചയായിട്ട് ഭരിച്ച CPM-ന്റെ മമതാ ബാനർജി എങ്ങനെ ഭരണം പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. നമ്മൾ എടുക്കുന്ന നയങ്ങളും ജനങ്ങൾ നമ്മളെ അർപ്പിക്കുന്ന വിശ്വാസവും നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കും ഒക്കെ ഇതിന് പ്രാധാന്യമാണ്. ഈ വോട്ട് ചോരി വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയെ ഒക്കെ ഒപ്പം നിർത്തി ഇന്ത്യ മുന്നണി ശക്തമായ സമര പരിപാടികളോട്ട് വന്നില്ലെങ്കിൽ അടുത്ത ടൈമിലും വീണ്ടും ഗോപി വരയ്ക്കേണ്ടി വരും. കാരണം ആ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പ്രതിപക്ഷവും ആം ആദ്മി പാർട്ടി ആണെങ്കിൽ പോലും ആ ഒരു സ്ട്രാറ്റജി കാരണം ഒന്നിച്ച് നിന്ന്, കാരണം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നത് ശരിക്കും സീസറിന്റെ ഭാര്യ ആരോപണങ്ങൾക്ക് അതീതയായിരിക്കണം എന്ന് പറഞ്ഞ മാതിരി തന്നെ ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ നെടുന്തൂണാണ്. ആ നെടുന്തൂണിനെതിരെ ഒരിക്കലും ഒരു ആരോപണം മറ്റു കക്ഷികൾ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് കേൾക്കുന്ന എവിടെ വെച്ചാൽ ശേഷം വന്നപ്പോ അന്ന് TN ശേഷനെ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഭരണത്തിൽ ഇരിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് ഈ ഇലക്ഷൻ കമ്മീഷനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചുകൊണ്ട്, കാരണം ഇതിന്റെ ഇലക്ഷൻ കമ്മീഷനെതിരെ വരുന്ന ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന
ഭരണത്തിൽ ഇരിക്കുന്നവരാണ്. അധികാരം എന്നും അധികാരത്തിലിരിക്കുന്നവർ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. ഈ അടുത്ത കാലത്ത് അത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ല? അതായത് റൊട്ടിക്കഷ്ണം ഇങ്ങനെ നീട്ടും. ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് തലത്തിലിരിക്കുന്ന ഉന്നതരെ സ്വാധീനിക്കാൻ വേണ്ടി റൊട്ടിക്കഷ്ണം, റിട്ടയർഡ് ആയാലും നിങ്ങൾക്ക് ഇന്ന തസ്തിക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നീട്ടം. കേരളം തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പി സദാശിവം കേരള ഗവർണറായിട്ടിരുന്നില്ലേ? അപ്പൊ നമുക്കറിയാം, ഇപ്പം കേരളത്തിന്റെ മുൻ DGP ലോ ആൻഡ് ഓർഡർ ആയിട്ടിരുന്ന പുള്ളിയുടെ പേരിന് ലോക്നാഥ് ബെഹ്റ ഇപ്പം കൊച്ചി മെട്രോയുടെ ചീഫായിട്ടിരിക്കുന്നത്. ഇതൊക്കെ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കാണിച്ച് ഗവൺമെന്റുകൾ ഉദ്യോഗസ്ഥരെ വലയിലാക്കുകയാണ്. പക്ഷെ ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ല, നടക്കരുത്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ ശക്തമായ കേസ് വരണം. ഇത് ജനാധിപത്യ രാജ്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ അവിടെയുള്ള ഒരു വിഷയമുണ്ട്. കാരണം പണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിന് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നു. സുപ്രീം കോടതി ജഡ്ജി, പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, ഈ 3 പേര് കൂടിയായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചിരുന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആദ്യമേ വെട്ടി. ഇന്ന് വരുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും. അതായത് 2 പേര് ഒന്നിച്ച് നിൽക്കുന്നവരും ഒരു പ്രതിപക്ഷ നേതാവും. ഈ BJP സർക്കാരിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അത് ശക്തമായി താക്കീത് കൊടുക്കാനോ നമ്മളാളല്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു തന്നെ പോകണം. കാരണം കളിച്ചിട്ട് വേണം ജയിക്കാൻ. കളിക്കാതെ കൃത്രിമം കാണിച്ച് ഒരിക്കലും ജയിക്കാൻ പാടില്ല. ജയിക്കരുത്. കാരണം അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നമ്മൾ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതെ, നമുക്ക് ഈ സ്വാതന്ത്ര്യം വാങ്ങി തന്നവരെ. കാരണം ഭഗത് സിംഗിനെമാതിരിയുള്ള ആൾക്കാര് സ്വന്തം ജീവൻ പോലും ബലികഴിച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടുന്നത്. ആ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതി, ഒരു ഏകാധിപത്യ പ്രവണത നമുക്ക് പ്രേക്ഷകരോട് പറയാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വോട്ടുചോരി എന്ന് പറയുന്ന ഒരു നിസ്സാര സംഭവമല്ല. അതിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. കാരണം ലോകത്തിന്റെ മുന്നിൽ മാതൃകയാണ് എന്നും ഭാരതം എന്ന് പറയുന്ന ഈ സംസ്കാരമുള്ള ഒരുപാട് ആൾക്കാരുടെ ത്യാഗോജ്വലമായ സേവനങ്ങൾ ഏറ്റുവാങ്ങിയ ഈ ഭാരത മണ്ണ്. അപ്പോൾ ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോട് തലയുയർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായിരിക്കും ആ ഒരു തെറ്റ് നമ്മൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുക എന്നുള്ളത്. അത് നമുക്ക് കിട്ടിയ ആ സ്വാതന്ത്ര്യം. കാരണം ഇന്ന് നമ്മൾ സ്വതന്ത്രമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവര് നേടിത്തന്ന ആ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര് എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. ഈ ഭാരതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിച്ചു നിൽക്കണം. നമ്മുടെ അവകാശമാണ് നമ്മുടെ വോട്ടെന്നുള്ളത്. നമുക്ക് വോട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഉറപ്പ് വരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ ചാനലിനെ നമ്മുടെ ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. നമുക്ക് അതിനുവേണ്ടി ഒന്നായി മുന്നോട്ട് പോകണം. നമ്മുടെ ചാനലിനെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.